ഹായ് ഓൾ, വെൽക്കം ടു techmadis.com. അങ്ങനെ നമ്മുടെ റിയൽമി 12 Pro സീരീസിൻ്റെ ഒരു അഡ്വർടൈസ്മെൻറ്റ് ഫ്ലിപ്കാർട്ടിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഡയറക്റ്റ്ലി 12 Pro വന്നിട്ട് ലോഞ്ച് ചെയ്യുന്നത് ഫ്ലിപ്കാർട്ടിൻ്റെ സൈറ്റിലാവാം, അതുകൊണ്ടായിരിക്കും ഡയറക്റ്റ്ലി ഇതിൻ്റെ അകത്തേക്ക് അഡ്വർടൈസ്മെൻറ്റ് വന്നത്. സോ ഇതിൽ മെയിനായിട്ട് പറയേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്ന് 29 ജാനുവരി 12 noon ഈ പറയുന്ന പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യാൻ റിയൽമി പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇനി ഇതിൻ്റെ സ്പെസിഫിക്കേഷൻ ലിസ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 1-2 അഡ്വർടൈസ്മെൻറ്റ് കാര്യങ്ങളൊക്കെ കണ്ടു. പക്ഷേ ഏറ്റവും കൂടുതൽ അവർ പ്രാധാന്യം നൽകുന്ന ഒരു കാര്യം ഇതിൻ്റെ ലുക്സ് തന്നെയാണ്. ഒരു ലക്ഷൂറിയസ് വാച്ച് എങ്ങനെയാണോ അതേപോലെയാണ് ഇത് ബിൽഡ് ചെയ്തിരിക്കുന്നത് എന്നുള്ള രീതിയിൽ അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ക്യാമറ ലെൻസ് സൂം ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ 120x എന്ന് കാണും. സോ ഒരു പെരിസ്കോപ്പിക് ലെൻസ് യൂസ് ചെയ്തിട്ടുണ്ട്. സോ അതിൽ 120x വരെ സൂം ചെയ്യാൻ സാധിക്കും. പക്ഷേ 120x വരെ ഒരു ലെൻസ് ത്രൂ ഉള്ള സൂമിംഗ് ആണെന്ന് കരുതരുത്. അത് ഡിജിറ്റലിലൂടെ ചേർന്നിട്ടുള്ളതായിരിക്കും 120x വരിക. ഇനിയും തൊട്ട് താഴെ ഒരു ഇമേജ് കാണിച്ചിരിക്കുന്നതിൽ ഒരു വാച്ച് റിപ്പയർ ചെയ്യുന്ന ആൾ അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്യുന്ന ആൾ എത്രത്തോളം പ്രൊസിഷനിലാണ് അത് ബിൽഡ് ചെയ്യുന്നത് അതേ രീതിയിൽ തന്നെയാണ് ഈ ഒരു റിയൽമി സീരീസിൻ്റെ ക്യാമറ മൊഡ്യൂൾ അതുപോലെ തന്നെ മൊത്തത്തിൽ ബിൽഡ് ചെയ്തിരിക്കുന്നതെന്ന് കാണാൻ സാധിക്കും. ഇനിയും ഷാറുഖ് ഖാൻ്റെ 2 അഡ്വർടൈസ്മെൻ്റ് ഉണ്ട്. അതിൽ 2 അഡ്വർടൈസ്മെൻറ്റ് ഞാനിതിൽ പ്ലേ ചെയ്യുന്നില്ല, കാരണം കോപ്പി റൈറ്റിൻ്റെ ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ എടുത്ത് പറയുന്ന 2 ടോപ്പിക്സിലൊന്ന് പെരിസ്കോപ്പിക് ലെൻസും അതുപോലെ തന്നെ ഇതിൻ്റെ ബിൽഡിൻ്റെ ആ ഒരു പ്രീമിയംനെസ്സുമാണ്. 80mm ഫോക്കൽ ലെങ്ത്തിലുള്ള ലെൻസാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഒരു ഹയസ്റ്റ് സൈസിലുള്ള സെൻസാണ് യൂസ് ചെയ്തിരിക്കുന്നത് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അത് ഏതാണെന്ന് മെൻഷൻ ചെയ്തിട്ടില്ല, എത്ര സൈസിലുള്ളതാണെന്നും മെൻഷൻ ചെയ്തിട്ടില്ല. ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് 3 ഫോട്ടോസ്, ഇതിൽ കാണുന്ന 3 ഫോട്ടോസ് ഇതിൽ എടുത്തതാവില്ല, ഒരിക്കലും ആവാനുള്ള ചാൻസസ് ഇല്ല. ഇറ്റ്സ് ടേക്കൺ ബൈ എ DSLR ക്യാമറ. ഇനിയും 1x 3x 6x വരെ കാണിച്ചിട്ടുണ്ട്, ഒരു 120x കാണിച്ചിട്ടില്ല. ബിക്കോസ് 120x വരെ സൂം ചെയ്ത് കഴിഞ്ഞാൽ ക്ലാരിറ്റി ലോസ് ആവും, ദാറ്റ്സ് ഷുവർ. 3x വരെ ഒപ്റ്റിക്കൽ സൂമിങ് കിട്ടും, 6x വരെ ഹൈബ്രിഡ് സൂമിംഗ് ആയിരിക്കും, അതിനുശേഷം ഉള്ളത് ഡിജിറ്റൽ സൂമിംഗ് ആയിരിക്കും. സോ അത് ഒരിക്കലും 120x വരെ പ്രോപ്പർ സൂമിങ്ങിൽ നിങ്ങൾക്ക് ഇമേജ് എടുക്കാം എന്ന് കരുതരുത്. ഇനിയും തൊട്ട് താഴേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ലെയർ ഓഫ് ലെൻസ്, അതിൽ അവർ 5 pieces ഓഫ് ലെൻസ് 5P ലെൻസ് യൂസ് ചെയ്തിട്ടുണ്ട്, സെയിം ലൈക്ക് ഓപ്പോ ഹാസ് ഡൺ. ഇനിയും അതിൻ്റെ തൊട്ട് താഴെ 2 ഇമേജ് കാണിച്ചിട്ടുള്ള 2 ഇമേജും ഷൂട്ട് ചെയ്തിരിക്കുന്നത് റിയൽമിയുടെ ക്യാമറാസിലല്ല, അതൊരു DSLR ക്യാമറ ആയിരിക്കും. സോ ഇറ്റ്സ് ഓൺലി ഫോർ അഡ്വർടൈസ്മെൻറ്റ്. ഇനിയും ഡ്യുവൽ ഫ്ലാഗ്ഷിപ്പ് സെൻസേഴ്സ് യൂസ് ചെയ്തിട്ടുണ്ട്. അതിൽ പെരിസ്കോപ്പിക് ലെൻസ് ഏതാണെന്നുള്ളത് പറഞ്ഞിട്ടില്ല, പക്ഷേ മെയിൻ സെൻസർ യൂസ് ചെയ്തിരിക്കുന്നത് സോണി IMX890 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇറ്റ്സ് എ ഗുഡ് സെൻസർ വിത്ത് ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ. ഇനി താഴെ പെരിസ്കോപ്പിക് ലെൻസിൻ്റെ 120x സൂമിൻ്റെ കേസ് മെൻഷൻ ചെയ്തിട്ടുണ്ട്. 120x സൂമിങ്ങിൽ ഒരിക്കലും ഇത്രയും ദൂരത്ത് വെച്ചിട്ടുള്ള ഇമേജസ് നിങ്ങൾക്ക് ഈ ഒരു ക്ലാരിറ്റിയിൽ ഒരിക്കലും ഷൂട്ട് ചെയ്യാൻ സാധിക്കില്ല. ബിക്കോസ് ഇറ്റ്സ് നോട്ട് ഡിപ്പെൻഡ് അപ്പോൺ ദ ലെൻസ്, അല്ലെന്നുണ്ടെങ്കിൽ ലെൻസ് ബേസ് ചെയ്തിട്ടുള്ള സൂമിങ് അല്ല, ഇറ്റ്സ് ഡിജിറ്റൽ സൂമിങ്. 6x വരെ നിങ്ങൾക്ക് ഒപ്റ്റിക്കൽ അല്ലെന്നുണ്ടെങ്കിൽ ഹൈബ്രിഡ് സൂമിങ് കിട്ടും, അതിന് മേളിലോട്ട് അത് ഡിജിറ്റൽ ആയിരിക്കും. സോ make sure that it won't be that much clear picture when we shoot in 120x. ഇനി അടുത്തത് മെൻഷൻ ചെയ്തിരിക്കുന്നത് സെയിം IMX890. ഇറ്റ് വാസ് എ ഗുഡ് സെൻസർ. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള പോർട്രേറ്റ് അതുപോലെ തന്നെ ലോ ലൈറ്റ് ബെറ്റർ ആയിട്ടുള്ള ഫോട്ടോസ് ക്യാപ്ചർ ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ഓട്ടോ ഫോക്കസിങ്ങും ബെറ്റർ ആയിരിക്കും. സോ ഇത്രയും കാര്യങ്ങളാണ് അവരുടെ ഈ ഒരു ഫ്ലിപ്കാർട്ട് അഡ്വർടൈസ്മെൻറ്റിൽ നിന്നും എനിക്ക് മനസ്സിലായിട്ടുള്ളത്. സോ താങ്ക്സ് ഫോർ വാച്ചിങ്.